അച്ചാറ്, മീൻ വറുത്തത്, പാവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാം ഉണ്ട്. നല്ല കുത്തരിച്ചോറാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ, ഞാൻ കഴിക്കുവാണേ. വേണമെന്നുണ്ട് കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോന്ന് പറയാനുള്ള സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ തരുവാന്ന് അങ്ങ് ഓർത്താൽ മതി. ഞാൻ കഴിക്കും, അത് ഞാൻ കഴിക്കുക. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണേ. കഴിഞ്ഞ വ്ളോഗ് ഞങ്ങൾ ഗാലറിയിൽ നിന്നും രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ഇട്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൗണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗും ഗാലറിയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ രാത്രിയല്ല, ഇപ്പോൾ പകൽ ഒരു ഉച്ചയ്ക്ക് 12 മണി ആയിട്ടുണ്ട്. അന്നത്തെ വ്ളോഗ് എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തു വെച്ചിരുന്നു, അതായത് മീൻ വറക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത്. മസാല പുരട്ടി വെച്ചത് രാത്രിയും വറക്കുന്നത് രാവിലെയുമാണ്. സൗണ്ട് പ്രശ്നമില്ല, ഇങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്നും വീഡിയോ എടുത്തത്. അപ്പോൾ മീനിന്റെ മസാലയ്ക്ക് വേണ്ടി ഇവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എത്ര മീനുണ്ട്? 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനിയിപ്പോ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടുതലും മുളക് പൊടി കുറവുമാണ്, അങ്ങനെ എടുക്കാമേ. ലേശം ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്. കൊച്ചുള്ളി അരയ്ക്കുന്നേ, കൊച്ചുള്ളി ഇല്ലാത്തോണ്ട് ഒരു സവാളയുടെ ഒരു ശകലം, ഒരു കുഞ്ഞു സവാളയാണ് അതിന്റെ അരമുറി. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ 2-3 കൊച്ചുള്ളി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 കറിവേപ്പില, ഇതള് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ലേ വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇന്ന് പെരട്ടി വെക്കും, നാളെ ഗാലറിയിൽ ഇത് ഉണ്ടാക്കും. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം യൂസ് ചെയ്യാമേ. അപ്പം മസാല എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ടേ, അല്ല മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെരട്ടാം നമുക്ക്. ഇതൊരു 6 മീനുണ്ട് ഇവിടെ. ഇതിന് റൗസ് എന്നാ പറയുന്നത്, മലയാളത്തിൽ എന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേര് ജോസേ ഇതാണോ ഈ ഉണക്കമീനേ? ഞങ്ങളുടെ നാട്ടിൽ കുട്ടൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, ഇതുപോലെ നല്ല മാംസമുള്ള. ഇത് നാട്ടിലില്ലെന്ന് തോന്നി മീൻ. നല്ല മാംസമാണ് ഇത്, വറക്കാനേ കൊള്ളാവും. പിന്നെ പച്ച അരച്ചു വെക്കാം. ഞാൻ ഇതുവരെ തേങ്ങ അരച്ച് കറിയും വെച്ചിട്ടില്ല. ഇത് ഫ്രൈക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വറക്കാൻ നല്ലതാണ്. അപ്പം അതേപോലെ തന്നെ മുട്ടക്കറി ഗാലറിയിലുള്ളതും ദോശ ചുടുന്നതും ഒക്കെ കാണിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിയിക്കുക. ഇത് ഞാൻ ഇവിടെ വെച്ച് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇത് മസാല പുരട്ടി നമുക്ക് വെച്ചേക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വറക്കുവാണെങ്കിൽ നമ്മുടെ മീൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുമേ. സാധാരണ ഞങ്ങളിങ്ങനെ മസാല പുരട്ടി ഇച്ചിരി കൂടുതൽ മീനുണ്ടെങ്കിൽ ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കും 1-2 ദിവസത്തേക്ക് വരെ. അതിൽ കൂടുതൽ വെച്ചിരിക്കാൻ പറ്റില്ല, അത് കേടായിപ്പോൾ ഒരു സ്മെല്ല് വരും. 2 ദിവസം വരെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മസാല ഈ മീൻ മരിഞ്ഞതിൻ്റെ ഇടയ്ക്കൊക്കെ പുരട്ടി വെക്കണം, എന്നാലേ അത് നല്ലപോലെ പിടിക്കത്തുള്ളൂ. ചിലർ നാരങ്ങ നീര് ഇച്ചിരി പിഴിഞ്ഞൊഴിക്കാറുണ്ട് ഒരു പുളിപ്പിന് വേണ്ടി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേണമെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം മതി. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണേ. കഴിഞ്ഞ ദിവസം മസാല പുരട്ടി വെച്ചിരുന്നതാ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കുക്ക് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പെട്ടെന്ന് വീഡിയോ എടുത്തോളാനാ പറഞ്ഞേക്കുന്നേ. ഞങ്ങൾ പകല് ഗാലറിയിൽ വന്ന് എങ്ങനെ ചെയ്യാനൊക്കെ ഒന്ന് നോക്കട്ടെ. കാണുന്നവർക്ക് നിങ്ങൾക്കറിയാം എന്തോ ആവുമെന്നുള്ളത്. എന്തായാലും മീൻ വറുത്ത് കിട്ടും, അത് ഷുവറാണ്. പിന്നെ ഇതിവിടുത്തെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ നോക്കിക്കോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിക്കണം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴി ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. മതി ദിവസം ഒത്തിരി വേണ്ട, നോൺ സ്റ്റിക്ക് അല്ലേ. ശകലം വെളിച്ചെണ്ണ മതി, ഇത് നോൺ സ്റ്റിക്ക്. ഇപ്പം അപ്പോൾ മീൻ അടിക്ക് പിടിക്കാതിരിക്കാൻ എപ്പോഴും ഞാൻ പറയുന്നതാ, കുറച്ച് കറിവേപ്പില അടിയിലിട്ടാൽ മീനും അടിക്ക് പിടിക്കത്തില്ല, നല്ല ടേസ്റ്റും കിട്ടും. കറിക്കകത്ത് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഈ കുട്ടി പാചകം നല്ലപോലെ പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ളതൊന്നും അറിയില്ല കുട്ടിക്ക്.
സുഖത്തില് പുറത്ത് കോഴി പോകുന്ന സൗണ്ട് കേട്ടോ നിങ്ങള്. ചെടികളൊന്നും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ ചെടി പോണേ എന്നായിരുന്നു. അതാണ്ട് കണ്ട ചെടികൾ അതേപോലെ നിൽക്കുന്ന. ചെടിക്കൊന്നും കുഴപ്പമില്ല. 6 മീനാണ് ഉണ്ടാക്കിയത്. ഒരെണ്ണം ഇന്നലെ വറുത്തെടുത്തു. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം പറയാനുണ്ടെന്ന്. ആക്ച്വലി ഇതിന് നമ്മൾ മസാല പുരട്ടി വെച്ചത് അന്ന് വ്ളോഗ് എടുത്തില്ലേ, ആ വ്ളോഗ് എടുത്ത ദിവസം തന്നെയാണ് 5-ാം തീയതിയാണ് മസാല പുരട്ടി വെച്ചത്. അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഡേറ്റ് ഇട്ടത് ബൈ മിസ്റ്റേക്ക് 9 സിനിയാണത് തിരുത്തിയത്. അന്നേരം ഞാൻ ശ്രദ്ധിച്ചേ ഡേറ്റ് 5 കേട്ടോ. അപ്പം അന്ന് വൈകിട്ട് ഇത് മസാല പുരട്ടി വെച്ചു. പിറ്റേന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ്. പക്ഷേ പിറ്റേന്ന് രാവിലെ 6-ാം തീയതി ഞാൻ ഓഫീസിലേക്ക് പോകാനൊക്കെ റെഡിയായിട്ട് CD ഇറങ്ങിയ വഴി, ഓൾറെഡി കാലിന് ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CD ഇറങ്ങിയ വഴി ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോഴത്തേക്ക്, ഞങ്ങൾ 2nd ഫ്ലോർ ആണല്ലോ, ഫസ്റ്റ് ഫ്ലോർ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കാല് ചിറമ്പി എന്നൊക്കെ പറയത്തില്ലേ, ചിറമ്പിയില്ല, അതായത് തിരിഞ്ഞില്ല, പക്ഷെ എവിടുന്നോ കിടോന്നൊരു സൗണ്ട് കേട്ട് എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറി, ഞാൻ വീഴാൻ പോയി, വല്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്ക് ജോസാൻ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തെടുത്തു നിന്ന് ഇറക്കി റോഡിലോട്ട് ഇറക്കിക്കൊണ്ടുവരുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കൈയാട്ടി വിളിച്ചു, ഇങ്ങോട്ട് വാ, എനിക്ക് പറ്റത്തില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് എനിക്ക് മേപ്പോട്ട് വീട്ടിലോട്ട് കയറി വരാൻ വയ്യ. ഓഫീസിൽ എന്തായാലും പോകാൻ പറ്റില്ല, മേപ്പോട്ട് കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ഒരു കടയുടെ മുമ്പിൽ ഇരുന്നു. പെട്ടെന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി തിരക്കി. ഓർത്തോ എപ്പോഴാണ് 2 മണിക്ക് ഓർത്തോ വരത്തുള്ളെന്ന് പറഞ്ഞു. പിന്നെ ആ 11 മണി തൊട്ട് ഒരു 1:30 വരെ ഞാൻ ആ താഴെ കടയുടെ വാതിൽക്കൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നല്ല വേദനയുണ്ട്. കാലൊട്ടും തൂക്കിയിടരുത്, റെസ്റ്റ് എടുക്കണം, 2 ദിവസം ഓഫീസിലും പോകണ്ട, പെയിൻ കില്ലറൊക്കെ തന്നു. കാല് നീട്ടി വെക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരെങ്കിലും നൂത്ത് വെച്ചാൽ നല്ല വേദനയുണ്ട് ഇപ്പോഴും. ഞാനിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുവാണേ. ഇതാണ് സംഭവിച്ചത്. ഇവിടുത്തെ ഇന്നത്തെ പാചകം മൊത്തം ജോസാനാണ്. രാവിലെ എണീറ്റ് ദോശ, ചമ്മന്തിക്കറി, ചായ ഒക്കെ തന്നു. ഗുളിക കഴിക്കണമായിരുന്നല്ലോ രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ് വെച്ചു. ഇപ്പം എന്താ മീൻ ഫ്രൈ ചെയ്യുന്നു. മോര് കാച്ചാൻ ഞാനൊരു സപ്പോർട്ട് കൊടുത്തു. അതെനിക്ക് അറിയാമായിരുന്നു ജോസാൻ അറിയാം, പക്ഷെ എനിക്കൊരു പേടി. കാരണം മോര് കാച്ചുന്നത് ഇച്ചിരി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ തീ കൂടിപ്പോയാൽ, അത് പിരിഞ്ഞു പോയാൽ, തിളച്ചു പോയാൽ പിന്നെ മോരിന് ടേസ്റ്റ് ഇല്ല, കേടായിപ്പോവും. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 ബാജിക്കാരൊക്കെ ഉണ്ട്. റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. ഇത് കണ്ടോ, ആ കൊട്ടയ്ക്കകത്തിരിക്കുന്നത് പ്ലമ്മും കിവിയുമാണ്. ഞങ്ങൾ ഇന്നലെ കുറേ മേടിച്ചു. ഇന്നലെ ഈ സെയിം പയ്യൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കോഴി കൂവുന്ന സൗണ്ട് കേട്ടില്ലായിരുന്നോ? അത് ഇവിടുന്നാണ്, കോഴിക്കടയാണ്. കുക്ക് ഇവിടെ മീൻ ഇടാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടാം. തിരിച്ച് മറിച്ചു വിട്ടാണ് ഇതെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന് ഇവിടെ പറയുന്നത് റാവുസ് എന്നാ. പക്ഷെ ഇത് പച്ചയ്ക്ക് നല്ല വിലയുണ്ട് ഈ മീന്. മാംസമാണ് മൊത്തം, അതുകൊണ്ടായിരിക്കാം. കുക്കിന് അടുത്ത വീഡിയോ എന്തോ എടുക്കാൻ പോന്നെ? ഇനി ഞാൻ പല്ല്, നല്ല വെള്ളയുള്ള പല്ലുണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്തെങ്കിലും ഉണ്ട്. പിന്നെ രസന്റെ പല്ലെന്ന് കാണിച്ച് പറഞ്ഞപ്പോ ചിരിക്കുന്നോ? പല്ല് എങ്ങനെ നല്ല വെള്ളപ്പല്ലാവാം, ആ ഒരു വീഡിയോ നല്ല ഒരു മെതേഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പല്ല് തേച്ചു കളയും. അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ ഓഫീസിൽ ലീവ്, ഇന്നും ലീവ്. നാളെ നോക്കണം എങ്ങനെയും പോകാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കാല് അവിടെ ചെന്നാലും നീട്ടിയിരിക്കാൻ പറ്റില്ലല്ലോ, തൂക്കിയിട്ടിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരാത്തത്. നല്ല കോലത്തിൽ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഈ ഗാലറിയിൽ നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മേടിച്ചൊരു ഇൻഡക്ഷൻ കുക്കറാണ്, ഫിലിപ്സിൻ്റെ. ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. മീൻ റെഡിയായല്ലോ. കുക്ക് അവിടെ പോയി. ജോസ
എവിടെ പോയി കുക്ക്? മീൻ റെഡിയായി. ഓഫ് ചെയ്യട്ടെ? ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തു, വെന്തു. ഓഫ് ചെയ്തു. ഉച്ചക്കത്തേക്കുള്ള മീൻ ഫ്രൈ റെഡി. അപ്പോൾ അതാ ഇവിടുത്തെ കുക്ക് അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യുവാണ്. കാബേജ്, സവാള ഉള്ളി, പിന്നെന്തോ ടൊമാറ്റോ ഇടയ്ക്ക് ഒരുപാട് ഇടരുത്, മീൻ കുളമാവും. സാധാരണ ചിക്കൻ ഈ കാബേജൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മീൻ അങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ കുക്ക് ചെയ്തതില്ലേ, കിടക്കട്ടെ. ആ ചേനയുടെ സൈഡിൽ 1-2 ചെറിയ ഓമയ്ക്ക ഇരിക്കുന്ന കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം 1/2 കിലോ ഓമയ്ക്ക 20 രൂപയ്ക്കാണ് മേടിച്ചത്. നാട്ടിലൊക്കെ വെറുതെ കളയും ഓരോരുത്തർ. ദൈവമേ, ഓമയ്ക്ക ഉള്ളവരൊന്നും അങ്ങനെ കളയല്ലേ. ഡെയിലി നിങ്ങൾ തോരൻ വെച്ചൊക്കെ കഴിക്കണേ. ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ ഓമയ്ക്കയൊക്കെ. ഇതാണ് റാഡിഷ്, മുള്ളങ്കി ഇലകൾ വിൽക്കുന്നത്. ഞാൻ നേരത്തെ പല വ്ളോഗിലും കാണിച്ചിട്ടില്ലേ. ഇതിനകത്ത് പാലക്കുണ്ട്, മേത്തിയില, ഉലുവായില, മല്ലിയില, പിന്നെ പച്ചച്ചീര, ചുമന്ന ചീര, പുതിനയില, പിന്നെ പേരറിയാത്ത കുറേ ഇലകളൊക്കെ അകത്തുണ്ട്. അപ്പോൾ എന്നും ഞാൻ ജോസാനാണ് വിളമ്പി കൊടുക്കുന്നത്. ഇന്ന് ജോസാൻ എനിക്ക് വിളമ്പി തരുക. അപ്പോൾ ചോറ് കുറച്ചിട്ടത്, ചോറ് ഉണ്ണാൻ നേരമായോ? ഇച്ചിരി കൂടെ. അല്ല, ഗുളിക കഴിക്കേണ്ടതാ. മതി, ഗുളിക കഴിക്കേണ്ടതാ ചോറ്. ഇനി എന്താണ് സാർ വെച്ചേ? പാവയ്ക്കാ മെഴുക്കുവരട്ടി. രാവിലെ എനിക്ക് ഇതെല്ലാം ചെയ്തു. ഞാനതെല്ലാം ചെയ്തു. പാവയ്ക്കാ മെഴുക്കുവരട്ടി ഇങ്ങോട്ട് കാണിച്ച്. പാവയ്ക്കാ മെഴുക്കുവരട്ടി, ജോസ് ഷെഫിന്റെ പാവയ്ക്കാ മെഴുക്കുവരട്ടി നല്ലതാ. സാധാരണ പാവയ്ക്കാ മെഴുക്കുവരട്ടിക്കൊക്കെ ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത്, അതിന് ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഇതൊന്നും. അത് ഞാൻ ഇല്ല അതെടുത്ത് വെച്ച് തടി എടുത്ത് വെച്ചായിരുന്നു. ഇത് ഈ അരക്കാലം കൊണ്ട് ഇവിടെ വന്ന് നിന്ന് ചെയ്തതാ. ഞാനിത് ചെയ്യാനാവുന്ന പറഞ്ഞ് ചെയ്തോളാന്ന്. പക്ഷെ എനിക്കൊരു എന്നെ വിശ്വാസമല്ല, അതുകൊണ്ടാ. വിശ്വാസത്തിന്റെ ദിവസം മോരുകറി എന്ന് പറയുന്ന ഇച്ചിരി മതി. എന്റെ പൊന്നെ, ഒരു ഇതില്ലാതെ കോരി ഒഴിക്കുക. അതൊക്കെ കൂട്ടാ. ഇനി എന്തോ അച്ചാർ വേണോ? അച്ചാർ വേണ്ട. നെല്ലിക്ക വേണ്ട, മീൻ മതി. മീൻ മതി. മറ്റേ നാരങ്ങ അച്ചാർ വേണോ? വേണ്ട. അപ്പം മീൻ വറുത്തതും സലാഡും. അയ്യോ, എന്താ ടേസ്റ്റ്. താങ്ക് യു. അപ്പോൾ ജോസാൻ ഇനിയിട്. ജോസാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തോളാം. ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കട്ടിലേന്ന് എണീറ്റതാണേ. കാരണം അല്ലെന്നുണ്ട് 2 ദിവസത്തിൽ കൂടുതൽ മീൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോറ്, അച്ചാറ്, മീൻ വറുത്തത്, എല്ലാം ഉണ്ട്. നല്ല കുത്തരി ചോറാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ, ഞാൻ കഴിക്കുവാണേ. വേണമെന്നുണ്ട് കാര്യം നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോന്ന് പറയാനുള്ള വേണമെന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ തരുവാന്ന് അങ്ങ് ഓർത്താൽ മതി. ഞാൻ കഴിക്കും, അത് ഞാൻ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.